ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇപ്പോൾ 3 ഖുൽ ഹുവല്ലാഹു, ഒരു ഫാത്തിഹ, ഒരു 4 ഫാത്തിഹ ഓതാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര ഫാത്തിഹ? ഒന്നായില്ലേ? 4 ഫാത്തിഹയല്ലേ കേട്ടോ? അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇത് ഞാൻ 4 ഫാത്തിഹ എന്തിനാണ് പറഞ്ഞത്? 3 ഖുൽ ഹുവല്ലാഹു അഹദ് എന്തിനാണ് പറഞ്ഞത്? അത് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു, യാ അലി, ഓ അലിയാർ തങ്ങളെ, അലിയാർ തങ്ങളെ, അലി തങ്ങളെ, ലാ തനം ഖബല അൻ തഅതിയ ബി 5 അഷ്യാ, 5 കാര്യങ്ങൾ നീ ചെയ്യാതെ ഉറങ്ങല്ലേ അലിയേ. 5 കാര്യങ്ങൾ നീ ചെയ്യാതെ രാത്രി ഉറങ്ങരുത്. എന്താണ് 5 കാര്യം? 1 ഖിറാഅത്തുൽ ഖുർആനി കുല്ലിഹി, രാത്രി ഉറങ്ങാൻ നേരത്ത് ഖുർആൻ മുഴുവനും 30 ജുസും ഖത്ം തീർത്തിട്ട് ഓരോ രാത്രിയിലും ഖുർആൻ ഫുള്ളായിട്ട് ഓതിയിട്ട് വേണം നീ ഉറങ്ങാൻ എൻ്റെ അലിയെ. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ മിഴിച്ച് നോക്കുക, എല്ലാ രാത്രിയിലും ഖുർആൻ മുഴുവനും ഓതാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർത്തിയില്ല. അത്തസദ്ദുഖു ബി 4000 ദിർഹം, 4000 ദിർഹം, 4000 ദിർഹം നീ എല്ലാ ദിവസവും സ്വതക്ക ചെയ്യണം. ഗൾഫിലെ ഡ്രൈവറായിട്ടോ വീട്ടുവേലയ്ക്കോ ഉള്ള ആളുകൾക്ക് വെറും 2000 3000 ചിലപ്പോൾ 1000 ഒക്കെ ആയിരിക്കും ശമ്പളം. അപ്പോൾ ഒരു 3000 4000 നാട്ടിലെ ഏകദേശം ഒരു 1,00,000 അടുക്കൽ വരും അല്ലേ? 4000 ദിർഹം എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു 1,24,000 വരും, 20,000 വരില്ലേ? ഏകദേശം അങ്ങനെ വരും അല്ലേ? അപ്പോൾ 1,00,000 രൂപ ദിവസവും രാത്രി സ്വതക്ക ചെയ്യണം. അലി റളിയല്ലാഹു അൻഹു പിന്നെയും കണ്ണ് തള്ളിപ്പോയി. എന്താണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഖുർആൻ മുഴുവനും ഓതണം, 1,00,000 രൂപ ചെലവ്, പിന്നെ സ്വതക്ക ചെയ്യണം. നിർത്തിയില്ല. പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി തങ്ങൾ സിയാറത്തുൽ കഅബ, രാത്രി എല്ലാ ദിവസവും നീ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അലിയെ കറുത്ത വലിയ മൂട് കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുന്ന വിരിപ്പ് കൊണ്ട്, സ്വർണത്തിൻ്റെ ലിപികളാൽ എഴുതി പതിപ്പിച്ച സുന്ദരമായ വിരിപ്പ് കൊണ്ട് മൂടിക്കിടക്കുന്ന കറുത്ത മുത്തായ കഅബ ശരീഫിങ്കൽ ചെന്ന് കഅബയെ ഇടം ഭാഗത്തേക്കായി 7 ചുറ്റി ചുറ്റിയിട്ട് കഅബയെ ഒന്ന് സിയാറത്ത് ചെയ്യണം അലിയേ. എല്ലാ രാത്രിയിലും കഅബ സിയാറത്ത് ചെയ്യാതെ അഥവാ തവാഫ് ചെയ്യാതെ നീ ഉറങ്ങല്ലേ അലിയേ. ഇത് മദീനയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മക്കയിൽ പോയിട്ട് കഅബ കണ്ടിട്ട് വരണം എല്ലാ രാത്രിയിലും.
അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. പറഞ്ഞു തീരട്ടെ, എന്തൊക്കെ പറയുന്നു എന്ന് നോക്കാം. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി പറഞ്ഞു, ഹിഫ്ളു മകാനക ഫിൽ ജന്ന. എല്ലാ രാത്രിയിലും നിന്റെ സ്വർഗത്തിലെ നിന്റെ തോട്ടവും നിന്റെ സ്ഥലവും നിനക്ക് കിട്ടാനുള്ള ഇടങ്ങളെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ഉറങ്ങണം. അത് കിട്ടുന്നത് എന്തൊക്കെയെന്ന് നീ നോക്കിയിട്ടുറങ്ങണം. സ്വർഗത്തിലെ സ്ഥലം നീ സൂക്ഷിച്ചിട്ട് ഉറങ്ങണം. ഇർലാഉൽ ഖുസൂം പോരാ. അഞ്ചാമതായി, നിന്നോട് നീ ആരോടെല്ലാം പിണക്കത്തിലുണ്ടോ, ആർക്കെല്ലാം നിന്റെ കാരണമായിട്ട് ദേഷ്യം വന്നിട്ട് നിന്നോട് പിണങ്ങിയിരിക്കുന്നുണ്ടോ, അവരോടെല്ലാം പുന്നാരം പറഞ്ഞ് ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൈപിടിച്ച് അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് ഉറങ്ങണം. എവിടെയെല്ലാം തന്നോട് ദേഷ്യമുള്ള ആളുകളുണ്ടോ അവരെയൊക്കെ ചെന്ന് പോയി കണ്ടിട്ട് കൈപിടിച്ചിട്ട് പൊരുത്തപ്പെടണേന്നും പറഞ്ഞ് പൊരുത്തപ്പെടിച്ചിട്ട് വേണം രാത്രി ഉറങ്ങാൻ. ഇതെല്ലാം കൂടി ഒരു രാത്രി ചെയ്യണം. ഖുർആൻ ഫുള്ളായിട്ട് ഓതണം. അതിന് തന്നെ രാത്രി മതിയാവില്ല. 4000 ദിർഹം എല്ലാ രാത്രിയിലും ചെന്നിട്ട് പിന്നെ സ്വതക്ക കൊടുക്കണം. കഅബയിൽ പോയിട്ടൊന്ന് തവാഫ് ചെയ്യണം. സ്വർഗത്തിലെ ഇടം കണ്ടിട്ട് ഉറപ്പിക്കണം. പിന്നെയോ പൊരുത്തപ്പെടിക്കണം. തന്നോട് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ ഇഷ്ടത്തിലാക്കണം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, തീർന്നോ നബിയെ സ്വല്ലല്ലാഹു അലൈഹി? അത്രയേ ഉള്ളൂ, 5 കാര്യങ്ങളേ ഉള്ളൂ, ചെയ്താൽ പോരെന്ന് ചോദിച്ചു. കൈഫ ദാലിക യാ റസൂലല്ലാഹ്, ഇതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഹബീബായ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ അറിവിൻ്റെ വലിയ പട്ടണമാണെങ്കിൽ, വലിയ കൊട്ടാരമാണെങ്കിൽ, ഒരു വലിയ ദേശം തന്നെ, ഞാൻ അറിവിൻ്റെ ഒരു വലിയ ദേശമാണെങ്കിൽ, രാജ്യമാണെങ്കിൽ, ആ രാജ്യത്തിലേക്ക് കടക്കുന്ന വാതിൽ നീയല്ലേ അലിയേ? നിനക്കറിയില്ലേ? ഇദാ ഖറഅത ഖുൽ ഹുവല്ലാഹു അഹദ് 3 മർറാത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ 3 വട്ടം ഓതിയാൽ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരാൾ 3 വട്ടം ഓതിയാൽ, കഅന്നക ഖറഅതൽ ഖുർആന കുല്ലഹ്, നീ അങ്ങനെ ഓതിയാൽ നീ ഖുർആൻ മുഴുവനും ഓതിയവനായി തീർന്നില്ലേ അലിയേ? ഓ, അങ്ങനെയാണോ? 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഓരോ ഖുൽ ഹുവല്ലാഹു അള്ളാഹു കൊടുക്കുന്നത് 10 ജുസ്ഇന്റെ കൂലിയാണ്. അപ്പൊ 3 ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ 30 ജുസ് ഓതിയ കൂലിയാണ്. ഇത് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റിയ ഒരു ഖത്മാണ്. റമദാനിൽ ഓതേണ്ടത് ഇങ്ങനെയുള്ള ഖത്മല്ല. റമദാനിൽ ഓരോ അക്ഷരങ്ങളെയും നോക്കി അവസാനം ഖത്ം തീർക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ മുഴുവനും കണ്ണിന് എല്ലാ നിലയിലും വേദനകൾ ബാധിച്ച, പ്രായാധിക്യം കൊണ്ട് തളർന്നുപോയി കുനിഞ്ഞുപോയി ഇരിക്കാൻ പോലും ശരിയായിട്ട് കഴിയാത്ത ഉമ്മമാര് പോലും മുസ്ഹഫ് എടുത്ത് നോക്കുമ്പോൾ എന്നെയും നിന്നെയും പോലുള്ള ചെറുപ്പക്കാരും നല്ല ആരോഗ്യവും കണ്ണിന് കാഴ്ചയൊക്കെ ഉള്ള ആളുകൾ വെറുതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമുണ്ട്. അള്ളാഹു നമുക്ക് ഖുർആൻ ഓതാനുള്ള തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ തൗഫീഖാണ്. ഒരാൾക്ക് ഓതാൻ അറിയുന്നില്ലെങ്കിൽ അത് തപ്പിത്തടഞ്ഞുകൊണ്ട് പിടിച്ചു ഓതുമ്പോൾ എൻ്റെത് തെറ്റുന്നുണ്ടല്ലോ, എനിക്ക് ഓതാനും അത് പഠിക്കാനും സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഖേദത്തിന് കൂടി അള്ളാഹു കൂലി തരും. അപ്പൊ 2 കൂലി എന്നാണ് ഹദീസിലുള്ളത്. ഒരാൾ ഖുർആൻ തപ്പിത്തടഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഓതി തീർക്കുമ്പോൾ ഓതുന്ന കൂലിയും വിഷമിച്ച് ആ മനസ്സും നാവും ഒക്കെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഓതുന്നുണ്ടല്ല, അതിന് വേണ്ടിയിട്ടൊരു കൂലിയും കൂടി അള്ളാഹു നൽകി. 2 കൂലിയാണ് അള്ളാഹു കൊടുക്കുന്നത്. ശരിയാം വണ്ണം ഖുർആൻ ഓതുന്ന ഒരാൾക്ക് അള്ളാഹു അപ്പൊ എത്ര പ്രതിഫലം കൊടുക്കുക? 1, 2 ഒന്നുമല്ല, അള്ളാഹുവിന്റെ മലക്കുകളെ പോലെ അവനെ അള്ളാഹു വെച്ച് ആദരിക്കുന്ന പറയുന്ന ഹദീസിൽ. അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളായ മലക്കുകളെ പോലെയാണ് ശരിയായിട്ട് ഖുർആൻ ഓതുന്ന നല്ല മാഹിറായ, ഖുർആനിൽ അഗാധമായ അറിവും അതിന്റെ ഖിറാഅത്തും ഒക്കെ, അതിന്റെ അക്ഷരവും തജ്വീദും ഒക്കെ പാലിച്ചു കൊണ്ടോതുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. ഇതൊന്നും കഴിയാത്ത ആളുകൾ ഖുർആൻ എടുത്ത് ചുംബിച്ചത് തുറന്നു നോക്കി തനിക്കറിയാത്ത ഈ അക്ഷരങ്ങൾ ഓരോന്നോരോന്നും ഇങ്ങനെ വിരലി വെച്ച് നോക്കി തീർത്തിട്ട് ഒരു ഖത്മെങ്കിലും തീർക്കാൻ ഈ റമദാനിൽ ശ്രമിക്കണം. മഹാന്മാര് പറഞ്ഞു, കൊല്ലത്തിൽ 2 ഖത്ം ഒരാൾ തീർക്കലെങ്കിലും വേണം.
കൊല്ലത്തിൽ 2 ഖത്തം, മാസത്തിലാക്കുന്നില്ല, ആദ്യം പറയുക, കൊല്ലത്തിൽ 2 ഖത്തം ഒരാൾ തീർത്തില്ലെങ്കിൽ ഖുർആനിനോട് അവൻ അതിൻ്റെ ഹക്കിനെ പാലിക്കാത്തവനായിട്ടായിരിക്കും മരിക്കുക. കൊല്ലത്തിൽ 2 ഖത്തമെങ്കിലും തീർക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് കഴുകി വൃത്തിയാക്കാനും മക്കളുടെ വസ്ത്രം അലക്കാനും മാത്രമേ സമയം കിട്ടുന്നുള്ളൂ. എന്നാൽ പിന്നെ റമദാനിൽ 1 ഖത്തം തീർത്തൂടെ? കൊല്ലത്തിൽ 1 ഖത്തം വേറെയും. അതാണ് ചുരുങ്ങിയ ഖത്തം എന്ന് പറയുന്നത്. അതേസമയം ഒരുപാട് നേരം ഇരുന്നു കൊണ്ട് എത്രയോ ഖത്തം തീർക്കുന്ന ഉമ്മമാരുണ്ട്. അതിനൊക്കെ വലിയ പ്രതിഫലം ഉണ്ടാവും. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. അതിന് കഴിയാത്ത ആളുകൾ ഇങ്ങനെ നോക്കി നോക്കി ഖുർആൻ എനിക്ക് ഓതാൻ അറിയുന്നില്ലല്ലോ എന്നുള്ള അക്ഷരം നോക്കിയിട്ട് അതിൻ്റെ ആ പൊരുത്തം വാങ്ങാനും നോക്കിയ പ്രതിഫലം കണ്ണിന് കിട്ടാനും വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. അതിനും വലിയ കൂലിയുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ ഓതിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇരിക്കുമ്പോൾ കണ്ണിനും കാതിനും നാവിനും ഒക്കെ വേദന ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അത്ര കൂലിയുള്ളത് കൊണ്ടാണ്. അതെല്ലാം സഹിച്ചിട്ട് ഓതാൻ കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. അതേസമയം എല്ലാ രാത്രിയിലും 3 ഖുൽ ഹുവല്ലാഹ് ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലമാണ്. ഖുർആൻ മുഴുവനും ഓതും എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ 40 ദിവസത്തിൽ ഖത്തം തീർത്തില്ലെങ്കിൽ അത് കറാഹത്താണെന്ന് പറഞ്ഞ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയും മറക്കാൻ കഴിയില്ല. സാധാരണ ഖുർആൻ ഓതുന്ന ആളുകൾ ചിന്തിക്കുക 40 ദിവസം കൊണ്ട് ഖത്തം തീർക്കണം എല്ലാ മാസത്തിലും. മാസത്തിൻ്റെ 1.5 മാസം കൊണ്ട് 1.5 മാസത്തിനുള്ളിൽ 40 ദിവസം കൊണ്ട് എപ്പോഴും ഖത്തം തീർക്കണം എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു കറാഹത്തായിട്ട് ജീവിതത്തിൽ കറയായിട്ട് നിൽക്കും. 40 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈദാ ഖറഅതൽ ഫാത്തിഹത 4 മർറാത്ത്, ഫാത്തിഹ സൂറത്ത് 4 വട്ടം ഒരാൾ ഓതിയാൽ, ഫാത്തിഹ സൂറത്ത് ഒരാൾ 4 വട്ടം ഓതിയാൽ, നമ്മളിപ്പോൾ ഫാത്തിഹ എത്ര ഓതി? 4 ഓതി. അപ്പോൾ അതാണ് ഞാൻ പറയാന്ന് പറഞ്ഞത്. വൈദാ ഖറഅതൽ ഫാത്തിഹത 4 മർറാത്ത്, 4 ഫാത്തിഹ ഒരാൾ രാത്രി ഉറങ്ങുമ്പോൾ ഓതിയാൽ, അത് കയ്യിലൂതി ശരീരത്തിൽ തേക്കാനുണ്ട്. അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നല്ലതാണ്. പിന്നെ ആയത്തുൽ കുർസി ഓതാനുണ്ട്. അതൊക്കെ വേറെ ഉണ്ട്. അതല്ലാത്ത വേറെ ഒന്നുകൂടി കൂടുതൽ ചെയ്യാനുള്ളതാണ് ഈ പറയുന്നത്. 4 ഫാത്തിഹ ഓത. ആ ഫാത്തിഹയെ മരിച്ചുപോയവർക്ക് ഹദിയ ചെയ്യുക. അപ്പം അതിന് കൂലി വർദ്ധിക്കും. 4 ഫാത്തിഹ ഒരാൾ ഓതിയാൽ കഅന്നക തസദ്ദഖത ബി4000 ദിർഹം, 4000 ദിർഹം സദഖ ചെയ്തവന്റെ പ്രതിഫലമാണ്. അലിയേ, നീയല്ലേ ചോദിച്ചത് എങ്ങനെ അത്രയും വലിയ തുക രാത്രി സദഖ ചെയ്യാൻ കഴിയുമെന്ന്. നീ ഒരു 4 ഫാത്തിഹ ഓതി നോക്ക്, നിനക്കല്ലാഹു അതിന്റെ പ്രതിഫലം തരും. അലിയേ വൈദാ ഖുൽത, ഇനി നീ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഏത് ദിക്റ? ശരിക്ക് ശ്രദ്ധിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ടുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. ഇതുവരെ നമുക്കറിയാം. അതിന്റെ ശേഷം ഒന്ന് കൂട്ടണം. വഹുവ ഹയ്യുൻ ദായിമുൻ ലാ യമൂതു അബദാ, വഹുവ ഹയ്യുൻ ദായിമുൻ ലാ യമൂതു അബദാ ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ നീ 10 വട്ടം ചൊല്ലിയാൽ കഅന്നക സുർത്തൽ കഅബ, കഅബയിൽ ചെന്നൊരു തവാഫ് ചെയ്ത കൂലി അല്ലാഹു നിനക്ക് തരും. അലി റളിയല്ലാഹു അൻഹുവിനോട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. പിന്നെ യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ, വഅലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ലുന്നതിന് മുമ്പ് യുഹ്യി വയുമീതു കഴിഞ്ഞിട്ട് വഹുവ ഹയ്യുൻ ദായിമുൻ ലാ യമൂതു അബദാ ബിയദിഹിൽ ഖൈർ എന്ന് കൂടി കൂട്ടണം. എന്നിട്ട് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചൊല്ലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ദായിമുൻ ലാ യമൂതു അബദാ ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കഅബ ശരീഫ് തവാഫ് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ദിക്ർ
ഇനി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗത്തിൽ ഇരിപ്പിടം ഉറപ്പിക്കണം, മരിക്കുമ്പോൾ ആ സ്ഥലം നമുക്ക് കാണണം, എല്ലാ ദിവസവും സ്വർഗത്തിൽ ഇടം വാങ്ങണം, ഓരോ രാത്രിയിലും സ്ഥലക്കച്ചവടം നടത്തുക, സ്വർഗത്തിലുള്ള സ്ഥലം നമ്മൾ വാങ്ങിച്ചു വെക്കുന്നൊരു ദിക്ർ. അതാണ് അടുത്തത് പറയുന്നത്. വൈദാകുൽ താലിയെ, നീ പറഞ്ഞാൽ, ഉറങ്ങാൻ നേരത്ത് നീ പറഞ്ഞാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അതെല്ലാവർക്കും അറിയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് 10 വട്ടം ചൊല്ലുക. എന്നാൽ കഅന്നക ഹഫിൽത മകാനക ഫിൽ ജന്ന, നിന്റെ സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം നീ ബുക്ക് ചെയ്തവനെ പോലെയായി. വൈദാ ഖുൽത, ഇനി എല്ലാവരുടെയും പിണക്കം മാറ്റുന്ന കഥയല്ലേ പറഞ്ഞത്. നീ പറയുക രാത്രിയില്, അസ്തഗ്ഫിറുല്ലാഹൽ അളീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി മിൻ കുല്ലി ദംബിൻ വഖതിയത്തി. ഇതിലില്ല. വെള്ളിയാഴ്ച രാത്രി പള്ളിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന സ്വലാത്തിലുള്ള നരിക്കോട് പാപ്പ ഈ പള്ളിയിൽ ചൊല്ലാൻ പൊരുത്തം തന്ന ആ അസ്തഗ്ഫിറുല്ലയിൽ മിൻ കുല്ലി ദംബിൻ എന്നുണ്ട്. അതില്ലാത്തതാണ് ഈ പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അളീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി മർറതൻ വാഹിദ. ഇത് ഒരു വട്ടം ചൊല്ലിയാൽ മതി. ഈ ഒരു അസ്തഗ്ഫിറുല്ലാ ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ കഅന്നക അസ്ലഹത്തൽ ഖുസൂം, നീ പൊരുത്തപ്പെടിക്കാൻ വിട്ടുപോയത്, മറന്നുപോയത്, അതൊക്കെ ആഖിറത്തിലെത്തുമ്പോൾ അവർ നിന്നോട് പൊരുത്തപ്പെടാൻ അള്ളാഹു അവരോട് പറയും. അള്ളാഹു നീ ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് തൗബ ചെയ്താൽ വഅതൂബു ഇലൈഹി, തൗബ ചെയ്ത് മടങ്ങുകയാണിത്. വൈദാ ഖുൽത അസ്തഗ്ഫിറുല്ലാഹ്, നീ പറയണം എന്ത്? അസ്തഗ്ഫിറുല്ലാഹൽ അളീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇതെനിക്ക് അറിയായിരുന്നു നബി എന്നാണ് അലി റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞത്. ഞാൻ വിചാരിച്ച് വേറെ എന്തോ വലിയ കാര്യം, ഞാൻ നേരിട്ട് പോയിട്ട് കഅബ കാണണമെന്നൊക്കെയാണ്. ഇതെനിക്ക് അറിയാമെന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്.